കവിയൂർ പൊന്നമ്മയെ അവസാനമായി ഒരു നോക്ക് കാണാൻ അവശതകൾക്കിടയിലും പഴയകാല നടൻ ടി.പി. മാധവൻ എത്തിയത് വൈകാരിക രംഗങ്ങൾക്ക് വഴിയൊരുക്കി. പൊന്നമ്മയുടെ കരുമാളൂരിലെ വീട്ടിലാണ് ടി.പി. മാധവൻ അന്ത്യാഞ്ജലി അർപ്പിക്കാൻ വേണ്ടി എത്തിയത്. പക്ഷാഘാതത്തെ തുടർന്ന് അവശനായ ടി.പി. മാധവൻ പത്തനാപുരം ഗാന്ധി ഭവനിലെ അന്തേവാസിയാണിപ്പോൾ. നിരവധി സിനിമകളിൽ ഒന്നിച്ചഭിനയിച്ചിട്ടുള്ളവരാണ് ടി.പി. മാധവനും കവിയൂർ പൊന്നമ്മയും. സിനിമയ്ക്കുള്ളിലും പുറത്തും ആത്മബന്ധം ഇരുവരും സൂക്ഷിച്ചിരുന്നു. ആ സൗഹൃദത്തിൻ്റെ ആഴമാണ് ശാരീരിക അവശതകൾ മറന്ന് അവസാനമായി കവിയൂർ പൊന്നമ്മയെ ഒന്ന് കാണാൻ ടി.പി. മാധവനെ എത്തിച്ചത്. പക്ഷേ വന്ന വഴിയാകെ ആദരാഞ്ജലികൾ എഴുതിയ ഫ്ലെക്സ് ബോർഡുകൾ കണ്ടതോടെ ടി.പി. മാധവൻ വിങ്ങിപ്പൊട്ടി. പൊതുദർശന സ്ഥലത്തെത്തിയപ്പോഴേക്കും ബോധരഹിതനായി. പൊന്നമ്മ അമ്മയും സാറും കൂടി അഭിനയിച്ച സിനിമകളെ പറ്റിയൊക്കെ സംസാരിക്കുകയുണ്ടായി. ഇവിടെ ഈ വാതിൽ ഇങ്ങനെ വന്ന് പൊന്നമ്മയുടെ ഫ്ലെക്സ് കണ്ടതും പെട്ടെന്ന് സാറ് കുഴഞ്ഞു വീഴുകയായിരുന്നു. ഞങ്ങളങ്ങ് ആകെ ടെൻഷനിലായി. പിന്നെ എല്ലാവരും കൂടി ചേർന്നാണ് സാറിനെ കാണിച്ചത്. ഗാന്ധി ഭവനിൽ നിന്നും ഒപ്പം വന്നവർ വെള്ളം നൽകിയും പ്രാഥമിക ശുശ്രൂഷകൾ ചെയ്തും ടി.പി. മാധവൻ്റെ ആരോഗ്യനില മെച്ചപ്പെടുത്തി. ഒടുവിൽ പൊന്നമ്മയെ ചിതയിലേക്ക് എടുക്കും മുമ്പ് ആ കൂട്ടുകാരൻ ഒരു നോക്ക് കണ്ടു. മനസ്സിൽ ഓർമ്മകൾ അലയടിച്ചു. മരണവീട്ടിലുണ്ടായിരുന്ന ചലച്ചിത്ര പ്രവർത്തകർ ടി.പി. മാധവനെ ആശ്വസിപ്പിച്ചു. അഭിനേതാക്കളുടെ സംഘടനയായ അമ്മയുടെ ആദ്യ ജനറൽ സെക്രട്ടറി ആയിരുന്നു ടി.പി. മാധവൻ. ഹരിദ്വാറിൽ വെച്ചുണ്ടായ പക്ഷാഘാതമാണ് അദ്ദേഹത്തെ അവശനിലയിലാക്കിയത്. കുടുംബം ഉപേക്ഷിച്ചതോടെ അദ്ദേഹത്തിൻ്റെ പരിചരണം ഗാന്ധി ഭവൻ ഏറ്റെടുക്കുകയായിരുന്നു. മാതൃഭൂമി ന്യൂസ്, കൊച്ചി.